ഹായ് ഹലോ. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചിക്കൻ കുക്കർ 5 മിനിറ്റ്സ് കൊണ്ട് കുക്കറിനകത്ത് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ്. പല യാത്രകളും ജോലിയും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കുക്കർ ബിരിയാണിയാണ്. 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അത് കുക്കറിൽ അടുപ്പേ കയറ്റാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അല്പം തക്കാളി, സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില എന്നിവയെല്ലാം എടുക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അത് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യുടെ കൂടെ ഒരല്പം എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയും നെയ്യും കൂടെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കറുവ, പട്ട, അങ്ങനെ എല്ലാ ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് മുതലായ എല്ലാ മസാലകളും ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സബോളയും നമ്മുടെ പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ആ നെയ്ക്കകത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കുക. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് അത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റുക. അപ്പോഴേക്കും നമുക്ക് നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, മാഗിയുടെ ചിക്കൻ ക്യൂബ്. അത് ഓപ്ഷനിലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയെ, നമ്മുടെ കാശ്മീരി മുളക് പൊടിയോ അല്ലെ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏതെങ്കിലും മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് അല്പം മല്ലിപ്പൊടിയെ, ഗരം മസാല, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം അത് വീണ്ടും നമുക്ക് നന്നായിട്ട് മസാലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. സബോളയും എല്ലാം നന്നായിട്ട് ഈ മസാലയുമായിട്ട് യോജിപ്പിച്ച് നല്ലതായിട്ട് യോജിപ്പിക്കാം. ഇത് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണ്. വളരെ ഈസിയാണ്. വീട്ടിലെ ആർക്കുണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ടേസ്റ്റായിട്ടുള്ള ഇതാണ്. നമുക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കഴുകി വാലയ്ക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കൻ ആ മസാലയുമായിട്ടെല്ലാം നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുന്നേ നമുക്ക് അരി കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കണം. സോക്ക് ചെയ്ത അരി അതിനുശേഷം വാലയ്ക്ക് വെക്കണം. വാലയ്ക്ക് ചെയ്ത് വെച്ച അരിയെ നമുക്ക് ഈ ഇറച്ചി മിക്സിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആ മസാലയുമായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി തൊട്ട് മുകൾ വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡബിൾ ഗ്ലാസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ്സിന് ഞാൻ 8 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. വേറെ വെള്ളമൊന്നും എക്സ്ട്രാ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി വേണം വെക്കാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണയും ഒരല്പം നെയ്യൂടെ ഒഴിച്ചു. ബാക്കി ഉണ്ടായിരുന്ന മല്ലിയിലയും പുതിനയിലയും എല്ലാം ചേർത്ത് അതടച്ച് ക്ലോസ് ചെയ്ത് അതങ്ങോട്ട് വെച്ചു. ക്ലോസ് ചെയ്ത് വെച്ച് ഒരു വിസിൽ വന്ന ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിൻ്റെ എയർ പോകുന്നിടം വരെ വെക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തയ്യാറാണ്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കീപ് വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സൂപ്പർ ടേസ്റ്റി. ഒരല്പം ചൂട് പോകുന്നിടം വരെ ഒരല്പം ഒട്ടൽ കാണും. ചൂട് പോയി കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണിയുടെ എല്ലാ ഒട്ടലും മാറും. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് വളരെ ടേസ്റ്റി ആയിരിക്കുമെന്ന്. കീപ് വാച്ചിങ്. ടാറ്റാ ബൈ ബൈ, സീ യു സൂൺ.